ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, എൻ്റെ റൂംമേറ്റ് എല്ലാമായ എൻ്റെ ദേവിമോളുടെ ദേവിമോളുടെ കല്യാണമാണ്. ഇന്ന് നമ്മൾ വൈകിട്ട് അതിന് പോവാണ്. അപ്പോൾ മുമ്പത്തെ വ്ളോഗിൽ ഞാൻ കുറച്ച് സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് ഇപ്പോൾ അത്ത ഹോസ്പിറ്റലിൽ, അപ്പോൾ അത്തായിക്ക് വയ്യാതെ കിടക്കുന്നതുകൊണ്ട് അത്തായി ഒന്ന് ജസ്റ്റ് കണ്ടിട്ട്, അതായത് എൻ്റെ ഫാദറിൻലോയെ കണ്ടിട്ട് പോകണം. വന്നിട്ട് വേണം പാക്ക് ചെയ്യാൻ. അതെനിക്ക് വണ്ടി സർവീസ് ചെയ്യാൻ കൊടുക്കണം. നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ വ്ലോഗിൽ കാണാം. ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. എൻ്റെ ഔട്ട്ഫിറ്റ് അന്ന് അമ്മയെ വിളിക്കാൻ കൊണ്ടുവിടാൻ പോയപ്പോൾ ഔട്ട്ഫിറ്റ് തന്നെയാണ്, കണ്ടോ. അപ്പം നമുക്ക് പോകാം. ബൈ. കുറച്ച് ലേറ്റായി. അങ്ങനെയല്ലേ ഗായ്സ്. അപ്പോൾ ഒരു യുദ്ധത്തിന് ശേഷം നമ്മൾ കുറേ സാധനങ്ങളൊക്കെ മേടിച്ച് വന്നു. നാളെ അവളുടെ കല്യാണത്തിന് പോകണം. ലീവൊക്കെ കിട്ടി, സെറ്റായി. അപ്പോൾ എല്ലാവരും കൂടെ പൈസ ഇട്ടിട്ട് നമ്മൾ ചെറിയൊരു ഗിഫ്റ്റ്, നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ഒരു ഗിഫ്റ്റ് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഞാൻ എന്തൊക്കെയാണ് മേടിച്ചതെന്ന് കാണിച്ചു തരാം. ഓക്കെ, ഒരു ഹാമ്പർ പോലെ സെറ്റ് ചെയ്ത് കൊടുക്കാനാണ്. ഫസ്റ്റ് ഐറ്റം ഇതാണ്. പിന്നെ ചോക്ലേറ്റ്സ് ആണ്. അവൾക്ക് ഡയറി മിൽക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഡയറി മിൽക്ക് ഷേക്ക്, പിന്നെ ഇങ്ങനെ കുറച്ച് കുറ്റി ഡയറി മിൽക്സ്, പിന്നെ കുഞ്ഞ് ഗണപതി, കുഞ്ഞ് കൃഷ്ണനെ രാധെ, പിന്നെ കുറച്ച് കിറ്റ് കാറ്റ്സ്, പിന്നെ കപ്പിൾസിന് കൊടുക്കാൻ പറ്റിയ പെർഫ്യൂം, 2 പെർഫ്യൂം. നല്ല സ്മെല്ലാണ് ഇതിന്. പിന്നെ ചേട്ടനൊരു ഷർട്ട്, ഗ്രീൻ കളർ ഷർട്ട്, ചേട്ടൻ്റെ മുണ്ട്, പിന്നെ അവൾക്കൊരു സാരി, ഗ്രീൻ കണ്ടോ, ഗ്രീൻ സാരി. പിന്നെ അവളുടെ മുണ്ടെന്ന് അവളുടെ മാല, ഗ്രീൻ, ഇതിന് പറ്റിയ മാല. പിന്നെ ഇത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ട്രേ. ഇതിങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. പക്ഷെ ഇത് കവർ ചെയ്യാനുള്ള ആ ഒരു പാക്കിംഗ് കവർ മേടിച്ചില്ല, ഇത് മേടിക്കണം. പിന്നെ ബാക്കിയെല്ലാം നമുക്ക് അവിടെ പോയി സെറ്റ് ചെയ്യാം. ഇതാണ് പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത്. എന്താവുമെന്നൊന്നും അറിയില്ല. ഞാൻ എങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. നമ്മൾ പെർഫ്യൂം മേടിച്ച കോറൽ പെർഫ്യൂംസ് എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ നിന്നാണ്. അവിടെ നല്ല അടിപൊളി പെർഫ്യൂംസ് ഉണ്ട്. ഹലോ ഗൈസ്, പ്ലാൻ ചെയ്ത പോലെ ഒന്നുമല്ല നടക്കുന്നത്. അവളുടെ കല്യാണത്തിന് ഇടാൻ ഞാൻ റിസപ്ഷൻ ഇത് ഇടാമെന്ന് വെച്ച് ഞാൻ കാണിച്ചു തരാം. അതെ, ഈ ഡ്രസ്സാണ് റിസപ്ഷൻ ഇടാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓക്കെ അല്ലേ? ഇതിടാട്ടോ. നമുക്ക് ഹൽദിയുടെ ഡ്രസ്സ് നോക്കാം. ഹൽദിക്ക് ഒരു മഞ്ഞ ഷെറയുണ്ട്, മഞ്ഞ സാരിയുണ്ട്. ഏതെടുക്കണം എന്നറിയില്ല. മഞ്ഞ ഷെറാറ ഭയങ്കര വർക്കാണ്. നോക്കട്ടെ. ഞാൻ ഡ്രസ്സ് ട്രയൽ ചെയ്യുന്നതിനിടയ്ക്ക് കാക്കു അമ്മയൊക്കെ വിളിച്ചു. അപ്പം അങ്ങനെ തിരക്കായി. ഇപ്പം ഞാൻ ഡ്രസ്സ് കുറച്ച് നേരം വെയിൽ കൊള്ളിക്കാനായിട്ട് മേളിൽ കൊണ്ടിട്ട് കുറേ ദിവസം മടക്കി വെച്ചതിൻ്റെ ഒരു മണം. അപ്പം ഞാൻ വെയിൽ കൊള്ളിക്കാൻ വെച്ചു മേളിലെ ടെറസിൽ. വേണ്ടേ എൻ്റെ ഡ്രസ്സൊക്കെ. ഇത് റിസപ്ഷൻ ഇടാനുള്ളത്. ഇതാണ് ഹൽദിക്ക് ഇടാൻ വെച്ചേക്കുന്നത്. പിന്നെ ഈ സാരിയാണ് കല്യാണത്തിന് ഉടുക്കുന്നത്. ഇതിൽ കൊള്ളിക്കാൻ വെച്ചതാണ് ഗൈസ്. എടുക്കും. ഞാൻ രാവിലെ കുറച്ച് പാലും ചൂടാക്കി ബുൾസയും കൂടെ കഴിക്കാമെന്ന് വെച്ചു. എനിക്ക് ഒത്തിരി കട്ടിയാവുന്ന ഇഷ്ടമല്ല, ഇങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. ബുൾസയും പാലും കഴിക്കാം ഗൈസ്. അപ്പം ഞാൻ പോയി കുളിച്ചൊക്കെ മേലൊക്കെ കഴുകിയിട്ട് റെഡി ആയിട്ട് വന്നപ്പോൾ ഞാൻ ഒന്ന് ഹോസ്പിറ്റലിൽ പോയി അത്തായൊക്കെ ഒന്ന് കാണണം. ജസ്റ്റ് പോയിട്ട് തിരിച്ചു വന്ന് കുളിച്ചു റെഡിയായിട്ട് പോകണം. സമയമില്ല, രാവിലെ തന്നെ സമയം പോയി. ഇവിടെ മമ്മിക്ക് വയ്യാത്തതുകൊണ്ട് മമ്മിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമായിരുന്നു. അപ്പം അങ്ങനെ അതിൻ്റെ കുറച്ച് തിരക്കായിപ്പോയി. ഞാൻ പോയി റെഡിയായിട്ട്
ജസ്റ്റ് ലിപ്സ്റ്റിക് ഇട്ടാൽ മുടി കെട്ടണം, വേഗം പോകണം, നല്ല വെയിലുണ്ട്. അത് വന്ന് റെഡി ആയിട്ട് ബാഗ് പാക്ക് ചെയ്തിട്ട് വേണം, ബാഗ് കൊണ്ട് വേണം നമുക്ക് ഡയറക്റ്റ് ഇറങ്ങിയിട്ട് അവിടെ വണ്ടി സർവീസ് ചെയ്യാൻ കൊണ്ട് കൊടുക്കണം. സോ ഞാൻ പോവാൻ റെഡിയായി. നമ്മുടെ വണ്ടി കൊണ്ടുതന്നെ ഇന്ന് കൊടുക്കണം. കണ്ടോ, ബ്രേക്ക് ലിവർ ഒടിഞ്ഞിട്ട് എത്ര ദിവസമായെന്നറിയാം. ഷോറൂമിൽ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ബ്രേക്ക് ലിവർ കിട്ടാനില്ല എന്നൊക്കെ പറഞ്ഞു. ആകെ മൊത്തം ചെളിയും പൊടി കഴുക്കുമായിട്ടിരിക്കുക. കണ്ടോ, ഒരു പരുവുമായി, കഴുകിയിട്ടില്ല, ആകെ മൊത്തം തിരക്കായിപ്പോയി ഗൈസ്. എൻ്റെ വണ്ടിയുടെ കോലം കണ്ടിട്ട് എനിക്ക് തന്നെ സങ്കടം വരുന്നു. ഇവിടെ റോഡ് പണിയാണ് ഗൈസ്. ഞാൻ ഇപ്പോഴാണ് എത്തിയത്. ഇനിയിപ്പോൾ ഇറങ്ങണം, കുളിക്കണം, സമയം പോയി. ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ കുറേ ലേറ്റായി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ പോയി കുളിച്ചിട്ട് വരാം. ബൈ. ആമ്പറിനെ ഇന്നലെ കാണിക്കാമെന്ന് പറഞ്ഞാൽ മറന്നു. എങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി ഇതിനകത്ത് ചോക്ലേറ്റ് കൂടെ ആക്കി വെക്കണം. അത് ജസ്റ്റ് തൽക്കാലം ചുമ്മാ ബാഗിലാക്കി വെക്കാൻ വേണ്ടിയിട്ടെന്ന് വിചാരിച്ചിരിക്കുക. ഒരു ഡ്രസ്സായിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കി ഓർണമെൻറ്റ്സ് കൂടെ എടുക്കണം. ബാഗിനകത്ത് വേണം സെറ്റാക്കി വെക്കാൻ. ഓക്കെ, കോളേജിലത്തെ ബാഗാണ്. ആദ്യം നമുക്ക് ട്രേ മാത്രം എടുത്ത് വെക്കാം. പിന്നത്തെ സാധനങ്ങൾ ഓരോന്നായിട്ട് എടുത്ത് വെക്കാം കേട്ടോ. അല്ലെങ്കിൽ അത് ശരിയാവില്ല. ഓർണമെന്റ്സ് പെട്ടി വളകളെ എൻ്റെ ഇൻഹേലറിൻ്റെ സാധനത്തിന് ഇത് എടുത്ത് വെച്ചേക്കാം. ഡ്രസ്സുകൾ എടുത്ത് വെക്കാം. ഇത് കല്യാണത്തിന് ഇടാനുള്ള സാരി. എൻ്റെ ഫോണിൽ ചാർജ് ഇല്ല. എവിടെ പോകാനറിഞ്ഞാലും എനിക്ക് ചാർജ് ആണ്. ഇതൊക്കെ വെച്ചിട്ട് കുളിക്കാൻ കയറുമ്പോൾ വേണം എനിക്ക് ഒന്ന് ചാർജിലിടാൻ. എന്നിട്ട് മുഖത്തെ ടാൻ മൊത്തം ഒന്ന് കളയണം. ഇവിടെ പോയാലും എപ്പോഴും പിടിച്ചാൽ എന്ത് ചെയ്യാനെപ്പോഴേ. ഒരു മിനിറ്റേ, കാക്ക വിളിക്കുന്നു. ഞാൻ പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഞാൻ അമ്മ ഉടനെ പുതിയ ബാഗ്. ഇതെൻ്റെ അമ്മ അയച്ചുവിട്ട ഹെഡ്സെറ്റ്. കുളിച്ച് റെഡിയായി. ഇനി ബാഗ് ഇട്ട് നോക്കണം. ഭയങ്കര വെയിറ്റ് ആയിരിക്കും. ബാഗിന് ഒടുക്കത്തെ വെയിറ്റ് അല്ലല്ലോ. സോ പോവാണ്. നല്ല വെയിറ്റ് ഉണ്ട്. ബസ്സിൽ കയറിയിട്ട് കാണാം. അത് ഗിഫ്റ്റ് റാപ്പ് ചെയ്യുന്ന റാപ്പറും റിബണും കൂടെ വാങ്ങണം. അപ്പം ചാവും ഞാൻ. ബൈ. ഫോട്ടോ എടുക്കുന്നുണ്ടോ? 250 വല്ല മതിയടാ. അപ്പൊ ഇവിടെ പത്തനംതിട്ട പോകുന്നതിന് 250 പോയി വരുന്നതിന്. എന്തിനായിരുന്നു മാമ ഞാൻ പോയിട്ട് ഫൈനലി ഞാൻ മാർത്താണ്ഡ എത്തി. ഡേവിഡ് അച്ഛൻ എന്നെ വിളിക്കാൻ വരും. ഇപ്പോൾ ഇതൊരു പാലത്തിൻ്റെ മണ്ടവശമാണ്.
ഇതിലേക്ക് കേറി നിന്നിട്ട് ഫുള്ള് പുലുങ്ങോ എങ്ങനെ ഇടിഞ്ഞു വീഴുമോന്ന് എനിക്ക് പേടിയാ. ബാഗ് ഇവിടെ കാത്തു വെച്ചിട്ടുണ്ട്. അവളുടെ അമ്മയല്ല അവളുടെ അച്ഛൻ വരും. ആരും ഹെൽമെറ്റ് ഒന്നും വെക്കുന്നില്ല. ഇവിടെ ഒന്നും പ്രശ്നമില്ലെന്ന് തോന്നുന്നു. ഞാനിങ്ങനെ നിന്നൊരു റൈഡിൽ നിന്ന് പുലുങ്ങുന്ന പോലെ പുലുങ്ങുക കണ്ടോ. എൻ്റെ ഫോൺ ഷേക്ക് ആവുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നോന്നറിയാം. ഇവിടെ തന്നെ നിൽക്കുകയാണ് ഗൈസ്. ഈ സിറപ്പ് വലിയവരുടെയാ, എല്ലാരും പറ്റിക്കും. ആ പനിയാ. എന്താണ് 1 2 3യോ? അവിടെ വെച്ചേക്കുന്ന ലെറ്റർ ആയിരിക്കും. അത് വേണോ? അത് എടുത്തൂടാ. കൊക്കാച്ചി പിടിക്കും. എക്സൈറ്റഡ് ആണോ മോളെ? നല്ലപോലെ കുറച്ചങ്ങ് പുറത്ത് നേരെ പോയിട്ട് വരാം. ചുമ്മാ എന്ത് വേണേലും വെക്കാം. അവളുടെ ബ്ലൗസ് ഇതാണ്ട് അടി നോക്ക്. ഇത് നോക്ക്. അല്ല അത് ഇളകി വരില്ല. നെറ്റ് ആയതുകൊണ്ട് ഇളകി വരുമായിരിക്കും. അടിയിലൊക്കെ ഗമ്മായി. അവളുടെ ബ്ലൗസിൽ വർക്ക് ചെയ്യണം ഗൈസ്. ഫാഷൻ ഡിസൈനർ നിമ്മി. ഇതുവഴിയും പോകുന്നുണ്ടല്ലേ? ഇല്ല. ഭയങ്കര ആഴമുണ്ടോ? ആ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിട്ട്. ബാംഗ്ലൂർ ഇതുപോലെ നടക്കുന്നത്. ഇതിലെ നമുക്ക് അതില് പോയില്ല. പുള്ളിക്കാരി സമയമൊക്കെ നോക്കത്തില്ല. സമയം നോക്കുന്നല്ലേ? സമയം നോക്കുന്നേ. ആ ഇവിടെ എനിക്കൊരു ഡിസൈൻ വരച്ചിടമായില്ല. ചേച്ചിമാരോട് ഡാൻസ് കളിക്കുന്നു. നാണമൊക്കെ വരട്ടെ. നിങ്ങൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്യരുത്. കൊള്ളാം കൊള്ളാം. കഴിഞ്ഞിട്ട് സൈഡിലിടാൻ ചോദിക്കട്ടെ. എത്ര മതി? ഇത്ര മതിയോ? സൈഡിലിടാനല്ലേ?
നമ്മളിവിടെ കുറച്ച് ഇലയൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നു. ഈ ചെറിയ ഇല സൈഡിൽ കുത്തിയിടാന്ന് തോന്നുന്നില്ലാണ്. ഞാൻ നടുക്ക് മറ്റേ വാഴയില വെച്ചിട്ട് അതിനകത്ത് ഹൽദി എന്ന് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളത് ചെയ്യാൻ പോകും. എൻ്റെ ഫോണിൽ ചാർജ് ഇല്ല. അപ്പോൾ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ. അമ്മ എന്ത് അമ്മേ വാ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഞങ്ങളെല്ലാം ചടപടേന്ന് റെഡിയായി, എല്ലാവരും ക്ലീൻ ചെയ്തു. ദേവിയുടെ സ്കൂളിലത്തെ ജൂനിയർ റെഡിയാക്കി കൊടുത്തതാണ്. നിന്നെ എവിടെ റെഡിയാവുന്നു? എല്ലാവരും റെഡിയാവുക. കുഞ്ഞ് ഇവിടെ കിടന്നുറങ്ങുന്നു. ഫുള്ള് അലങ്കോലമായിട്ടിരിക്കും. ഞാനെന്തേ റെഡിയായി. എന്നെ കാണാം. നൂറിനില്ലേ? കാപ്പി മാത്രം മാമ. അപ്പൊ ഞാനവിടെ ഞാനില്ല. അതെന്താ നോട്ടവാ? എടി സാധനങ്ങളൊക്കെ എടുത്തോണ്ട് വെക്കണ്ടേ? നീ അങ്ങ് എടി ഇവിടെ കൊണ്ടുപോയി. എനിക്കിപ്പോ ടെൻഷൻ അടിക്കുവേ. ഇത് അതോടെ കസായമായിരുന്നു. ഞാൻ ഉണക്കി വെച്ചതാ. ഈ സ്പ്രേയുടെ കാര്യമായിരിക്കും ചേട്ടൻ ചോദിച്ചത്. ഞങ്ങൾ നോക്കിയിട്ട് കണ്ടില്ല. അല്ലത് കൈയൊക്കെ കൊട്ടു. കൈ കൊട്ട്. ഇനിയും അമ്മയ്ക്കും അച്ഛനും ഒക്കെ കൊടുക്ക്. രണ്ടുപേരും ഒരുമിച്ച് കൊടുക്ക്. ഒരുമിച്ച് എടുക്ക്. അവിടെ വെച്ചേരെ. അവർക്ക് സൈഡിലോട്ട് വെച്ചേരെ ചേച്ചി. അതിനനുസരിച്ച് എടുത്തു കൊടുത്താൽ മതി. ദേവിയുടെ കയ്യിലോട്ട് ഒരെണ്ണം കൊടുക്കും. ചേട്ടൻ്റെ തന്നെ. എന്നിട്ട് സ്വീറ്റ്സ് എന്തെങ്കിലും കൊടുക്കാം. ഫ്രൂട്ട്സോ സ്വീറ്റ്സോ എന്തെങ്കിലും കൊടുക്കാം.
ഓക്കെ, ആരാണ് ഇതിൽ ആദ്യം ഐ ലവ് യു എന്ന് പറഞ്ഞത്? തിരിഞ്ഞു നോക്കില്ല ചേട്ടൻ. ഓക്കെ, ആരാണ് ആദ്യം അടി ഉണ്ടാക്കുന്നത്? ആരാണ് അടി ഉണ്ടാക്കിയിട്ട് ആദ്യം സോറി പറയുന്നേ? ഇതിൽ കൂടുതൽ കെയറിങ് ആരാണ്? നിങ്ങക്ക് ഇതിൽ ആർക്കാണ് ഒരുങ്ങാൻ കൂടുതൽ സമയം എടുക്കുന്നത്? ഇതിൽ പൂക്കി ആരാണ്? സ്വാഭാവികം. പൂക്കി കൂടുതൽ ഫുഡ് കഴിക്കുന്നത് ആരാണ്? പെട്ടെന്ന് ഫുഡ് കഴിയുന്നതാരാ? പെട്ടെന്ന് ഫുഡ് കഴിച്ച് അവിടെ പൂ പോയി അവിടെ നിന്ന് പൂ എടുത്ത് കൊടുക്കണം. പെട്ടെന്ന് ഫുഡ് കഴിച്ച് കഴിയുന്നതാരാ? ആരാണ് ആദ്യം ഉമ്മ കൊടുത്തത്? ആരാണ് മീനില്ലാതെ ചോറ് കഴിക്കുന്നത്? ആരാണ് മീനില്ലാതെ ചോറ് കഴിക്കുന്നത്? നീ കഴിക്കോ? ഭയങ്കര ഫണ്ണി ആരാണ്? രണ്ടുപേരും സീരിയസ് ആണ്. ശ്രീകുട്ടി, ഇത് പുതിയ അറിവല്ലേ? എല്ലാ കാര്യത്തിലും പോസിറ്റീവ് ആവുന്ന ആരാണ്? റൊമാൻറ്റിക് ആരാ? പലതും പുതിയ പുതിയ അറിവുകൾ. അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതാണേ. ഓക്കെ, ദേവി എടുത്ത് ചോദിക്കാം. ചേട്ടന്റെ ഫേവറേറ്റ് കളർ? കള്ളം പറയല്ല ചേട്ടൻ, മാറ്റി പറയാം. ചേട്ടനെ പഠിപ്പിച്ചു കൊടുത്തിട്ട് ദേവി ചേച്ചി വന്നോ. ദേവി തിരിഞ്ഞോ? റൊമാൻറ്റിക്കായിട്ട് നടന്നു വാ. ദേവി തിരിഞ്ഞോ? പറ. ഹായ് ദേവി. നല്ല കറക്കാൻ കരയാനല്ല. ഓക്കെ, ദേവിക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് വെച്ച് ഡാൻസ് ചേട്ടനെ പഠിപ്പിച്ചിട്ട് നിങ്ങൾ രണ്ടും ഒരുമിച്ച് കളിക്കണം. ചേട്ടനെ പഠിപ്പിച്ചിട്ട് കളിക്കണം. ദേവി ഇഷ്ടപ്പെട്ട പാട്ട് പറ. ചേട്ടനെടുത്ത് പറയാം. ഹസ്കി ഡാൻസ് അല്ലേ? കളിച്ചു ചേട്ടാ, കളിച്ചേ പറ്റുള്ളൂ.
ഇങ്ങനെ ഇങ്ങനെ കൈ പൊക്കണം. ആ അതന്നെ അതന്നെ. ഓക്കെ പാട്ട് വെച്ചോ. സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. ഇല്ല ഒന്നുകൂടെ അതന്നെ സെയിം. ഓക്കെ ആ ചെയ്തോ. നോക്കട്ടെ. ചേട്ടാ നിന്നാ മതി. ഒരു പ്രാവശ്യം പറ്റാവള് നോക്കട്ടെ. എങ്ങനെ ചുമ്മാ എടുത്താ മതി. തെറ്റ്. കഥയിലെ രാജകുമാരനും ഗോപകുമാരിയും ഒന്നായാൽ ഇവരുടെ പൊന്നാളിങ്ങളിൽ അവരൊഴുക്കിയ ദീപങ്ങൾ എന്നെ തുപ്പി എറിഞ്ഞു. ഓക്കെ ഹായ് ഗായ്സ്, ദേവിയുടെ ഹൽദി കഴിഞ്ഞു. ആരൊക്കെ ഉണ്ട് കേട്ടോ, തിരിച്ചിടക്കാം. ദേവിയുടെ ഹൽദി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ നാളത്തേക്കുള്ള ഡാൻസിന്റെ പ്രാക്ടീസ്. ഇന്നത്തെ ഡാൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫുള്ള് വളരെ ഗംഭീരമായി കൊളവാക്കിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ സ്റ്റെപ്പ് മൊത്തം അറിയാവുന്ന സ്റ്റെപ്പ് മൊത്തം വാരി അതിലിട്ടുണ്ട്. ഞാനൊന്ന് നീയൊന്ന് നടുക്ക് നിൽക്കുന്ന കൊച്ചിനെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് അതിന് മാത്രം നല്ലപോലെ കളിച്ച്. മാമനായിരുന്നു അവിടെ. ഇതോ ഇവിടെ നോക്ക്. ഗായ്സ്, നമ്മളവിടെ ഹൽദിയൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത നാളത്തേക്കുള്ള ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ പോവാണ്.